താലൂക്ക് ഓഫീസ് ക്യാബിൻ നിർമ്മിക്കാൻ 48 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും അംഗീകാരം ലഭിച്ചില്ല. റവന്യൂ ടവറിലേക്ക് പ്രവർത്തനം മാറ്റാനാകാതെ പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ. ഇതാണ് റവന്യൂ ടവർ. താഴത്തെ നിലയിൽ വില്ലേജ് ഓഫീസും മുകളിലെ നിലയിൽ താലൂക്ക് ഓഫീസും പ്രവർത്തിപ്പിക്കാനാണ് ഇങ്ങനെയൊരു കെട്ടിടം ഇവിടെ പണിതിരിക്കുന്നത്. വില്ലേജ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ താലൂക്ക് ഓഫീസ് ഇതുവരെയും ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കെട്ടിടത്തിൽ ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള ക്യാബിൻ ഒരുക്കാനുള്ള പണമില്ലാത്തതിനാൽ താലൂക്ക് ഓഫീസ് പ്രവർത്തനം റവന്യൂ ടവറിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തെക്കേ ബസാറിലെ വില്ലേജ് ഓഫീസ് പറമ്പിൽ നിർമ്മാണം പൂർത്തിയായ താലൂക്ക് ടവർ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. താഴത്തെ നിലയിൽ പയ്യന്നൂർ വില്ലേജ് ഓഫീസും ബാക്കി നിലകളിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കാനുമായിരുന്നു തീരുമാനം. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് വില്ലേജ് ഓഫീസ് വന്നു. മുകളിലത്തെ നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ് സമ്പ്രദായം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടം നിർമ്മിക്കുമ്പോൾ താലൂക്ക് ഓഫീസ് നിലവിൽ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സൗകര്യമൊന്നും പുതിയ കെട്ടിടത്തിലില്ല. ഈയൊരു സാഹചര്യത്തിൽ നിലവിൽ ജീവനക്കാർ ഉപയോഗിക്കുന്ന ഫർണിച്ചർ റവന്യൂ ടവർ കെട്ടിടത്തിലേക്ക് വയ്ക്കാനായില്ല. അതുകൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ക്യാബിനുകൾ സജ്ജമാക്കണമെന്നാണ് റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചത്. ഇതനുസരിച്ച് 48 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് അംഗീകാരം നൽകിയില്ല. ഈ 2023 പണി കഴിഞ്ഞ ഈ റവന്യൂ ടവർ ഇത്രയും നാളായിട്ട് ഓൾമോസ്റ്റ് ഒരു 3 വർഷമായിട്ടും ഇവിടെ വില്ലേജ് ഓഫീസ് മാത്രമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും റവന്യൂ ഓഫീസുകൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്രയും വർഷമായിട്ടും ഇവിടെ റവന്യൂ ഓഫീസുകളൊന്നും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു അവസ്ഥയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞു കേട്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫർണിച്ചേഴ്സിനുള്ള ഫണ്ട് വെൽ ഫർണിഷ്ഡ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് റവന്യൂ ഓഫീസ് ഇവിടെ വരാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതും കൂടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ റവന്യൂ ഓഫീസുകളും ഇങ്ങോട്ടേക്ക് മാറുകയും വാടക കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സർക്കാർ ഓഫീസുകൾ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറാൻ പറ്റുകയും അതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ റവന്യൂ സേവിങ്സ് ആയിട്ടുള്ളൊരു മാർഗമായിരിക്കും എന്ന് വിചാരിക്കുന്നു. മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് താലൂക്ക് ഓഫീസ് റവന്യൂ ടവറിലേക്ക് മാറ്റിയാൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നിരവധി സർക്കാർ ഓഫീസുകളെ മാറ്റാൻ കഴിയും. ഇപ്പോൾ താലൂക്ക് തല ഓഫീസുകളെല്ലാം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ജീവനക്കാർക്കിരിക്കാനുള്ള ക്യാബിനുകൾ റെഡിയായില്ല, അതുപോലെ ഫർണിഷ്ഡ് ആയിട്ടില്ല എന്നിങ്ങനെയുള്ള ചെറിയ വാദങ്ങൾ ഉന്നയിച്ചാണ് താലൂക്ക് ഓഫീസ് ഇങ്ങോട്ട് മാറാത്തത്. എന്തായാലും പരിമിതികൾ മാറ്റി എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.